ആ സലാം സാഹിബാണല്ലോ അതിലെ എന്തോ പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കാം അല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. അപ്പൊ പറഞ്ഞു പിന്നെ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് കാണാം. അത് പറഞ്ഞ് ഇപ്പൊ ഈ പാട്ടുത്സവം നടന്നു. ഇനിയിപ്പോ നിയമസഭയിൽ കാണാൻ നിങ്ങൾ പറഞ്ഞോ? നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോ. മുസ്ലിം ലീഗിന് അതൊന്നും ബാധകമല്ല. മുസ്ലിം ലീഗും സമസ്തയും ഇന്ന് കാണുന്ന ഈ ഐക്യവും ബന്ധവും കെട്ടുറപ്പും തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ പറയപ്പെട്ട തനി വഹാബിയായ PMA സലാമാണെന്ന് പറഞ്ഞാൽ അത് അല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാണ് ഇവിടെ ഉള്ളത്? സലാം സാഹിബേ, നിങ്ങളെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് എങ്ങനെയെന്നറിയോ? ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാതിരുന്നപ്പോൾ ലീഗിന്റെ ഉള്ളിൽ നിങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് എന്നുള്ളതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. 2026 നടക്കുന്ന കേരള നിയമസഭയിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നിഷ്പക്ഷയം ജയിക്കാവുന്ന ഒരു സീറ്റ് നിങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ നിങ്ങൾ വന്ന വഴിയെ പോകുമെന്നുള്ളത് എഴുതി വെച്ചോളൂ. ഞാൻ ഈ പറയുന്ന വർത്താനം വെറുതെയാകുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോളൂ. PMA സലാം വന്ന വഴിയെ തിരിച്ചു പോകും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളത് നിസ്സംശയമാണ്. ഇതുപോലെ അധികാരമോഹികളാണ് ഇന്ന് ഈ കാണുന്ന സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ഇടയിലുള്ള ഈ ബന്ധവും ഐക്യവും തകർക്കുന്നത് എന്ന് ആണത്തത്തോടു കൂടെ പറയാൻ ഒരു മുസ്ലിം ലീഗുകാരനായ എനിക്ക് സാധിക്കും. അതിനൊരു ബേജാറും എനിക്ക് ഈ വിഷയത്തിൽ ഇല്ലതാനും. സലാം സാഹിബേ, പഞ്ചായത്ത് ഇലക്ഷനിൽ നല്ല വിജയം ലീഗിനുണ്ടായിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ലീഗിനോട് ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ചില എതിർപ്പുകളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ത് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പോളിംഗ് ബൂത്തിൽ പോയിട്ട് ആ ചട്ടക്കടലാസിൻ്റെ ഉള്ളിൽ പോയി ആ പോളിംഗ് മെഷീനിൽ കാണുമ്പോഴേ ആ കോണി കണ്ട അറിയാതെ പോയിട്ട് ഞെക്കിപ്പോകും. അങ്ങനെയുള്ള കുറേ ലീഗുകാരുണ്ട് എന്നെ പോലെയൊക്കെ. ചൂണ്ടുവരൽ കണ്ടോ? പ്രായപൂർത്തിയായിട്ട് ഇന്നേ വരെ ലീഗിനോ അതല്ലെങ്കിൽ UDF സഖ്യത്തിനോ അല്ലാതെ മറ്റൊരു സഖ്യത്തിന് വോട്ട് ചെയ്തിട്ടില്ല ഞാൻ. ഇതുപോലെയുള്ള നിഷ്പക്ഷരായ നിഷ്കളങ്കരായ ധാരാളം ആളുകൾ ഈ പാർട്ടിയുടെ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗ് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിജയത്തിലും അഹങ്കരിക്കാനാണ് സലാമിനെ പോലെയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രമിച്ചത് എന്നാണ് ഈ വിഷയത്തിൽ സങ്കടത്തോടെ പറയാനുള്ളത്. കുഞ്ഞാപ്പാനെ കണ്ടുപിടിക്കടാ, കുഞ്ഞാപ്പാനെ. സൗമ്യൻ, വിഷയങ്ങളൊക്കെ കൃത്യമായി ഇടപെടാനുള്ള കഴിവ്, ആവശ്യമുള്ള സമയത്ത് സംസാരിക്കാനും അനാവശ്യ സമയത്ത് മൗനം പ്രാപിക്കാനും കഴിവുള്ള നല്ല നേതാവാണ് കുഞ്ഞാപ്പ. കാരണം കുഞ്ഞാപ്പാക്ക് ഇതിൽ വേദനയുണ്ട്. എന്താ കാരണം അറിയോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതിനപ്പുറത്തേക്ക് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇതുപോലെയുള്ള തങ്ങന്മാരെ കണ്ടു വളർന്നാണ് കുഞ്ഞാപ്പ. അതുകൊണ്ട് കുഞ്ഞാപ്പ് ജാതി വർത്താനൊന്നും പറയില്ല. കാരണം കുഞ്ഞാപ്പായ പോലെയുള്ള മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവർക്ക് ഈ വിഷയത്തിൽ സങ്കടമുണ്ട്. ഒരാളെയെങ്കിലും ലീഗിനോട് ചേർത്ത് പിടിച്ച് ലീഗിന്റെ ഭദ്രത കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഓരോ ലീഗുകാരനും ലീഗിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് കുഞ്ഞാപ്പാക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ കുഞ്ഞാപ്പാന്റെ പേരുകൾ നല്ലോണം നമ്മൾ കണ്ടു. കുഞ്ഞാപ്പാന്റെ മക്കളിതാ വരുന്നു എന്ന് പറഞ്ഞ് ഓരോ ലീഗുകാരനും ലീഗിന്റെ ഹരിത പതാകയുമായുള്ള റാലി കണ്ടപ്പോഴാണ് കുഞ്ഞാപ്പാന്റെ വില മനസ്സിലായത്. എവിടെയെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ നിങ്ങൾ, എവിടെയെങ്കിലും PMA സലാമിനെ ഒരു പേര് കൊണ്ടെങ്കിലും വിജയാഘോഷ റാലിയിൽ നിങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആത്മവിചിന്തനം നടത്തുക. എന്താ കാരണം എന്നറിയോ? ഇജാതിയുള്ള ഫൂളിഷ് വർത്തമാനങ്ങളും ഇജാതിയുള്ള ലീഗിനെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന സംസാരങ്ങളും ഉണ്ടാക്കിയിട്ട് ലീഗുകാർക്ക് പോലും നിങ്ങളൊന്നും വേണ്ട സലാം സാഹിബേ. അതുകൊണ്ട് ഈ കെട്ടുറപ്പിന് ഭംഗം വരാൻ പാടില്ല. പിന്നെ സലാമിനോട് പറയാനുള്ളത്, ഒരാളെയെങ്കിലും ചേർത്ത് പിടിക്കാനല്ല നമ്മൾ നിൽക്കേണ്ടത്. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ്. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അവരെ നേരെ ചൊവ്വയെ പോയി കണ്ട് അഭിപ്രായത്തിനൊക്കെ ഒരു പരിഹാരം കണ്ട് ലീഗിനോട് ചേർത്ത് പിടിക്കുന്നതിനപ്പുറം ഓരോരോ വിജയങ്ങളിലും അഹങ്കാരത്തോടുകൂടെ പ്രവർത്തിച്ച് ലീഗിൽ നിന്ന് ഓരോ അണികളെ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഇவ்விധമുള്ള സെക്രട്ടറിമാർ മൗനം പ്രാപിക്കാത്ത പക്ഷം മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ ഞങ്ങളെപ്പോലെയുള്ള യഥാർത്ഥ മുസ്ലിം ലീഗിന്റെ സ്നേഹികൾക്ക് വലിയ സങ്കടമുണ്ട് സലാം സാഹിബേ.